വാസേട്ടനോ? ഞാൻ വീട്ടിൽ പോയിരുന്നു. അവിടെ അടുത്ത് അന്വേഷിച്ചപ്പോഴാ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. വാസേട്ടൻ എന്നോട് വിരോധം തോന്നരുത്. ഏട്ടനോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അവിടുന്ന് പോരേണ്ടി വന്നു. അതൊന്നും സാരമില്ല. പക്ഷേ ഇവിടെയാണോ നീ താമസിക്കാൻ പോകുന്നത്? അതെ, അവിടത്തേക്കാൾ ഇവിടെ സുരക്ഷിതയാണ് ഞാൻ. ഇന്നലെ രാത്രി അവിടെ ഉണ്ടായതുപോലൊരു സംഭവം ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ വിരോധമൊന്നും പറയുന്നില്ല. പക്ഷേ എന്നും നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ? പറ്റുന്നിടത്തോളം ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് പണം വല്ലതും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഇപ്പൊ ഒന്നും വേണ്ട. വേണ്ടി വരുമ്പോ ഞാൻ ചോദിച്ചോളാം. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിനക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് വരാം. അവിടെ ഇനി ഒരിക്കലും നിനക്കൊരു ശല്യം ഉണ്ടാവില്ല. ഞാൻ വരട്ടെ. എന്താ കുട്ടി ഇത്? കുട്ടി എന്തിനാ അടിച്ചു വരുന്നത്? ഉമ്മയില്ലേ ഇവിടെ? ഞാനൊന്ന് അടിച്ചു വരീന്ന് വെച്ച് എന്റെ മാനൊന്നും പോവില്ല. വേണ്ട വേണ്ട, കുട്ടി ഇതൊന്നും ചെയ്യണ്ട. ഉമ്മ ഉമ്മ അടുക്കളയില. കുട്ടി എപ്പോ വന്നു? രാവിലെ. ചേച്ചിയും വാസോട്ടനൊക്കെ? ഞാൻ തനിച്ചാ വന്നത്. തനിച്ചോ? ഈ വന്നോ? ഉമ്മ കണ്ടില്ലേ ഇത്? എന്തിനാ ഈ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഓ അല്ല, അപ്പൊ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കാന്നപ്പ എന്റെ വിചാരം? നല്ല കുടുംബത്ത് പറഞ്ഞ കുട്ടിയൊക്കെ അറിയാ വീട് വൃത്തിയിലും വെടുപ്പിലും കൊണ്ടു നടക്കാനും സൂക്ഷിക്കാനും. അല്ല, അനക്ക് ചായ എടുത്ത് വെക്കട്ടെ? വേണ്ട, കുളി കഴിഞ്ഞിട്ട് മതി. ഉമ്മ പോയി കുറച്ച് വെള്ളം ചൂടാക്ക്. ഇനി എപ്പോഴാ തിരിച്ചു പോകേണ്ടത്? ഇനി തിരിച്ചു പോകുന്നില്ല. ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ. എന്നും. ഇവിടെ താമസിക്കാനോ? വേണ്ട. ഞാനിവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ കുട്ടിക്ക് അത് ദുഷ്പേരാകും. എന്തിനാ വെറുതെ? ഒന്നുമില്ലാതെ തന്നെ ആളുകൾ ദുഷിപ്പ് പറഞ്ഞുണ്ടാക്കുന്നില്ലേ? കുട്ടി ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചാല് നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്ന അറിയോ? നാട്ടുകാർ അത്രയ്ക്ക് ഭയമാണെങ്കിൽ എന്നെ കല്യാണം കഴിച്ചോളൂ. കുട്ടി എന്തൊക്കെയായി പറയുന്നത്? ഒരാവേശം കൊണ്ടോ മോഹം കൊണ്ടോ ഒന്നും പറഞ്ഞതല്ല. എനിക്ക് ഈ ഭൂമിയിൽ ആകെ വിശ്വാസമുള്ളൊരു പുരുഷനായതുകൊണ്ടാ. ഉള്ളിൽ നന്മയുടെ അംശവും ആത്മാർത്ഥതയുള്ള ഒരാളെയാ എനിക്കിഷ്ടം. ഇല്ല ശ്രീകുട്ടി, അത് ശരിയല്ല. എന്റെ ആശാനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും അത്. ഗുരുഭക്തി കൊണ്ട് അങ്ങനെ തോന്നുന്നതെങ്കിൽ ആ ഗുരുവിന്റെ മകളെ തെരുവ് മൃഗങ്ങൾക്ക് പിച്ചിക്കീറാൻ എറിഞ്ഞു കൊടുക്കുന്നത് അതിലും വലിയൊരു അപരാധമല്ലേ? മൊല്ലാക്ക ഞങ്ങളുടെ വീട്ടിൽ കയറാതിരുന്നിട്ടും ഒരുപാട് ചീത്തപ്പേരുണ്ടായി. ഇപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയും മരിച്ചു. ഞാനിനി എവിടെ താമസിച്ചാലും ചീത്തപ്പേരാ. എന്ന് മൊല്ലാക്ക എന്നെ വിവാഹം കഴിച്ചാ പിന്നെ ആ ചീത്തപ്പേരുണ്ടാവില്ലല്ലോ. തുടക്കത്തിൽ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാകും. കുറച്ചു കഴിയുമ്പോ അവർക്ക് പറഞ്ഞു രസിക്കാനും പരിഹസിക്കാനും വേറെ ഏതെങ്കിലും ശ്രീകുട്ടിമാരെയും മൊല്ലാക്കന്മാരെയും കിട്ടും. എന്നാലും ഞാൻ ഇതിലധികം ഒരു പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കരുതട്ടാ മരങ്ങോടാ. ഈ ഒരാണല്ലേ? ഈ പെൺകുട്ടി കാണിക്കണേനെക്കാട്ട് ഒരു ഇത്തിരി ഉശിരം അനക്ക് കാണിച്ചൂടെ? ഉമ്മ ഇങ്ങനെ തന്നെയാണോ പറയണേ? പിന്നെ അല്ലാണ്ട് ഈ എന്താ ഒന്നും ഉണ്ടാത്തേ? ഉമ്മയ്ക്കും ഇഷ്ടം അതാണെങ്കിൽ പിന്നെ എനിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. ഉമ്മ വെള്ളം ചൂടാക്കിയോ? ഇനിയിപ്പം വെള്ളം ചൂടാക്കാനും ചോറ് വെച്ച് വിളമ്പി തരാനൊക്കെ ആളായല്ലോ. ഞമ്മക്ക് ഇനി ഒരു ഭാഗത്ത് കൊശായിരിക്കണം, കുത്തിരിക്കാം. നീയോ? നീ ആ പൂതക്കണ്ണാർ കൂടെ എന്തോ നോക്കുവാടാ? ഞാനേ ഈ തേങ്ങ ശരിക്കും പഴുത്തോന്ന് നോക്കായിരുന്നു. നിന്റെ തേങ്ങ നീ ആ പാരലൽ കോളേജിലെ പെമ്പിള്ളേരെ നോക്കില്ലടാ. ചേച്ചേ ഞാനങ്ങനെ ചെയ്യോ ചേട്ടാ? ഇറങ്ങി വാടാ. വേണോ? ഇറങ്ങി വരാ. ഇപ്പൊ വരാം. നീ ദിവസവും അമ്പലത്തിൽ പോകുന്ന പെൺകുട്ടികളെ കമന്റ് അടിക്കാനാണോടാ? അമ്പലം അല്ലാതെ നിനക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലടാ കമന്റ് അടിക്കാൻ. അമ്പലത്തിലാവുമ്പോ പെൺകുട്ടികളുടെ കാര്യം ചെരുപ്പുണ്ടാവില്ല ചേട്ടാ. അടി കൊള്ളാതെ രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലം അമ്പലമാ. ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ തറവാടിന്റെ പേരുകളെ നടക്കുന്നു. അമ്പലപ്പറമ്പില് കഥ പറഞ്ഞോടുന്ന കുങ്കുമക്കുറി തൊട്ട ചേട്ട. മതി. കണ്ടക്ടർക്ക് തന്നെ ടിക്കറ്റ് എഴുതണോ അല്ലടാ? കളിയാക്കണോ? തേങ്ങ എടുത്ത് അകത്തോണ്ട് വരാ തെണ്ടി. ഇതൊരു ഭാര്യയായല്ലോ ദൈവമേ. ദാസേട്ടാ ദാസേട്ടാ നോക്കേ, അന്ന് ഞാൻ ദാസേട്ടന് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന് അപ്പുറത്തെ തെങ്ങിൻ ചോട്ടി കിടക്കുന്നത് കണ്ടു. ഞാൻ എടുത്തോണ്ട് വന്നു. ഇന്നാ കെട്ടിക്കോ കെട്ടിക്കോ. ഏലസോ? ഏതേലസ്?
ഞാൻ ഏലസ് കെട്ടാറില്ലല്ലോ. കൊണ്ടുപോടാ, കൊണ്ടുപോ. ഗോപാല, എന്താ അത് ദാസേട്ടൻ എന്തോ ജപിച്ച് കേട്ടാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. ആ പേരിലേക്ക് 10 രൂപയും തന്നു. ഇത്ര പെട്ടെന്ന് ചേട്ടൻ മറന്നുപോയത്? കള്ള റാസ്കൽ, ഒറ്റ അടി വെച്ച് നല്ലോണ്ടല്ലോ. നുണ പറയുന്നോ? എപ്പോഴാ ഞാൻ നിന്നോട് ഏലസ് വാങ്ങാൻ പറഞ്ഞേ? ദാസേട്ടൻ വെറുതെ ആ പാവത്തിന് ചീത്ത പറയണ്ട, ഒക്കെ മനസ്സിലായി. എന്താ കാര്യം? അന്ന് രാത്രിയിൽ ഉറക്കത്തിൽ ശ്രീകുട്ടി ആരോ ഉപദ്രവിക്കാൻ വന്നു പറഞ്ഞില്ലേ? അയാളുടെ കയ്യിൽ ഒരു രക്ഷ കെട്ടിയിട്ടുണ്ടായിരുന്നെന്നും ശ്രീകുട്ടി പറഞ്ഞു. എല്ലാരും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദാസേട്ടൻ ചെയ്ത പണിയാത്. ഭാര്യ സഹോദരന്മാരുടെ ഭാര്യമാരെ വെറുതെ വിടാത്ത മഹാൻ ഒരു അന്യ പെൺകുട്ടിക്കുള്ള അനുവദിക്കോ? നിർത്തടി. വാഴച്ചോട്ട് കിടന്ന് എന്തോ കിട്ടിയെന്ന് വെച്ച് എന്റെ ദാസനെ അപമാനിക്കാൻ നോക്കുന്നോ? ആരെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ദാസേട്ടനല്ല ഇത് ചെയ്തതെങ്കിൽ ഗുരുവായൂരപ്പന് മുമ്പിൽ ഒന്ന് സത്യം ചെയ്ത് പറയട്ടെ. എന്താ അളിയനൊന്നും പറയാനില്ലേ? എന്ത് പറയാനാ? നാണം കെട്ടവന്റെ ആസനത്തിൽ ആലുകെടുത്തെന്ന് പറഞ്ഞ പോലെയായി. വേണ്ട, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ടല്ല ഞാൻ ഇവിടെ ഒന്ന് പൊറുക്കുന്നു. കുട്ടികളൊന്നും ഇല്ലാത്ത നിർമ്മലയുടെ മനസ്സിന് അല്പം ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയ. പക്ഷേ എനിക്ക് തക്ക ശിക്ഷ എന്നെ കിട്ടി. ഞാൻ ഇനി പടി കിടക്കില്ല. എനിക്ക് തൃപ്തിയായമ്മേ. പോവല്ലേ ദാസ. വല്ലയിടത്തും കിടന്ന അലവലാദികളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് ഈ കുടുംബം നശിപ്പിച്ചില്ലടാ നീ. അമ്മയ്ക്ക് നാണമില്ലേ? ഏലസ് കെട്ടി ആ പെൺകുട്ടിയെ കടന്നു പിടിച്ചിട്ട് ഏലസ് കെട്ടിയ കള്ളൻ ഞാനാണോ അപ്പോട്ടനാണോ ഈ വീട്ടിലെ ഓരോരുത്തരും സംശയിച്ചില്ലേ? എന്നിട്ട് ആ കള്ളത്തരം തെളിഞ്ഞപ്പം അമ്മ അവന്റെ സൈഡ് നിൽക്കുക. ഞാനും അപ്പോട്ടനും അനുഭവിച്ച വേദന എന്തുമാത്രമാണെന്ന് അമ്മയ്ക്കറിയാവോ? അയാൾ പോണെങ്കിൽ അങ്ങ് പോട്ടെ. നീ ഒറ്റ ഒരുത്തിയ നിനക്ക് കാരണക്കാരി. നിനക്ക് അവിടെ താമസിച്ചാൽ എന്താടി? എടീ, പെമ്പിള്ളേര് കല്യാണം കഴിഞ്ഞാൽ താമസിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാ, അല്ല സ്വന്തം വീട്ടിലല്ല. വാസുട്ട, ദാസേട്ടൻ പോയപ്പോ കിരീടത്തിലെ കീരിക്കാരനെ പോലെ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ടാ പോയത്. ഐ ആം റിയലി വറീഡ്. അയാൾ ഒരു ചുക്കും ചെയ്യില്ല. നീ ഇരുന്ന് വല്ലതും കഴിക്കാൻ നോക്കും. അതേർത്ത് ഇത്തിരി കൂട്ടാൻ ഞാൻ ചോദിച്ചേ. എടാ വാസു, നീ അറിഞ്ഞോ നമ്മുടെ രാമനാഥൻ ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലാ? എന്തു പറ്റിയതാ? മദ്രാസിൽ നിന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ വന്നിറങ്ങി വീട്ടിലേക്ക് കാറിൽ പോകുന്ന വഴി ഒരു നാഷണൽ പെർമിറ്റിൽ ലോറി വന്നിടിച്ചതാ. കാറ് പപ്പടം പോലെ തീർന്നുപോയി. അത് കണ്ട അതിനകത്തുണ്ടായിരുന്ന ആള് ജീവനോടുണ്ടെന്ന് പറഞ്ഞാ ആരും വിശ്വസിക്കില്ല. എന്നാ ഇത് സംഭവിച്ചത്? 2-3 ദിവസമായി. ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നറിയാവോ? മെഡിക്കൽ സെന്ററിലാ. ഇന്ന് തന്നെ പോയി രാമേട്ടനെ ഒന്ന് കാണണം. നീ വരുന്നു? നീയും വാ, നമുക്ക് ഒരുമിച്ച് പോവാം. മദ്രാസിന്ന് വന്നിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കാനിരുന്ന പാവൻ രാമേട്ടൻ. രാമേട്ട, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? വേദന, ഈ വേദന പോലും ഇപ്പൊ എനിക്കൊരു സുഖം. വല്ലാത്തൊരു നിർവൃതിയ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. കൈയുടെ ഫ്രാക്ചർ? കൈ അങ്ങനെ തന്നെ മുറിച്ചു കളയാൻ പോകുമ്പോ പിന്നെന്ത് ഫ്രാക്ചർ? കൈ മുറിച്ചു കളയാനോ? ചെയ്തു കൂട്ടിയ തെറ്റുകളുടെയൊക്കെ ഫലം അനുഭവിക്കാതെ തരവില്ലല്ലോ. പാപത്തിന്റെ കറപുരണ്ട കൈകളിലൊന്ന് മുറിച്ചു കളയാൻ തീരുമാനിച്ചത് ദൈവത്തിന്റെ ശിക്ഷയായിരിക്കും. രാമേട്ടന്റെ കൂടെ ഇപ്പോ ഇവിടെ ആരാ ഉള്ളത്? ആരുമില്ല. കൂടെ നിൽക്കേണ്ടവരൊക്കെ പണ്ടേ എന്നെ ഉപേക്ഷിച്ചു പോയി. നിങ്ങളെങ്കിലും എന്നെ കാണാൻ വന്നതിൽ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എന്നെ കാണാൻ വന്നു എന്നറിഞ്ഞാൽ മറ്റുള്ളവർ തന്നെ പഴി പറയും. രാമനാഥൻ, പെണ്ണുപിടിയൻ, മദ്യപാനി, ആഭാസൻ. അല്ലേ വാസു? എന്താ രാമേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യമല്ലേടോ? എന്റെ ആഭാസത്തരം സഹിക്കവയ്യാതെയാണ് എന്റെ ഭാര്യ കൂടി എന്നെ ഉപേക്ഷിച്ചു പോയതെന്നല്ലേ താൻ പോലും വിശ്വസിക്കുന്നത്? ഞാൻ എന്റെ സംഗീതത്തെക്കാൾ ഏറെ സ്നേഹിച്ചതാണ് അവളെ. വിലാസിനി, അവളുടെ ലാസ്യഭാവങ്ങൾ, നൃത്തച്ചുവടുകൾ എല്ലാം എന്റെ മോഹാവേശങ്ങളായി. അവളുടെ നൃത്തം എന്റെ ഹൃദയമെടുപ്പിന്റെ താളം തെറ്റിച്ച ഏതോ നിമിഷത്തിൽ ഞാൻ വിവാഹാഭ്യർത്ഥനയുമായി അവളെ സമീപിച്ചു. അവൾ ഹൃദയപൂർവ്വം എന്റെ അഭ്യർത്ഥന സ്വീകരിച്ചു. ഞാൻ അവളെ വിവാഹം കഴിച്ചു.
വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ ധിക്കരിച്ച്. അതിന്റെ പേരിൽ എല്ലാവരും എന്നെ വെറുത്തു, ഉപേക്ഷിച്ചു എന്ന് പറയുന്നതാവും ശരി. സ്വന്തം അമ്മ പോലും. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഒരു നവവരന്റെ വികാരാവേശങ്ങൾ ഉള്ളിലൊതുക്കി ഞാൻ അവളോട് പറഞ്ഞു, ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. തുളുമ്പുന്ന പാൽ ഗ്ലാസ് ഇല്ല. നാണത്തോടെ നിൽക്കുന്ന നവവധുവിനെ മണിയറയിലേക്ക് തള്ളിവിടാൻ ഒരു നാത്തൂൻ പോലുമില്ല. നീയാണ് എൻ്റെ സർവസ്വം. നിന്റെ നൃത്തം എൻ്റെ ആത്മാവിന്റെ സംഗീതമാണ്. അത് മാത്രം മതി എനിക്ക്. എനിക്ക് ഒരാഗ്രഹമുണ്ട്. മദുരാശി കലാക്ഷേത്രയിലെ നൃത്തോത്സവത്തിൽ നീ നൃത്തശ്രീയാവണം. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രശസ്ത നർത്തകികളാടുന്ന വേദിയിൽ എന്റെ സംഗീതത്തിനൊത്ത് നീ ചുവട് വയ്ക്കണം. നാട്യ തിലകമണിയണം. അതെന്റെ മോഹമാണ്. രാമേട്ടന്റെ മോഹം എന്റെയും മോഹമാണ്. ഒരു കന്യകയുടെ വിശുദ്ധിയോടെയും യോഗിനിയുടെ ഏകാഗ്രതയോടെയും വേണം നീ ആ വേദിയിൽ നൃത്തമാടാൻ. സംഗീതവും നൃത്തവും ഒക്കെ ഒരു തപസ്യാണ്. മൃദുല വികാരങ്ങൾ ആ തപസ്യയെ തടസ്സപ്പെടുത്താൻ പാടില്ല. മനസ്സിന്റെ ഏകാഗ്രത നഷ്ടമായാൽ നിന്റെ നൃത്തച്ചുവട് പിഴയ്ക്കും. അതുകൊണ്ട് മനസ്സിൽ നാട്യഗുരുവിനെ സ്മരിച്ച് സ്വസ്ഥമായി ഉറങ്ങുക. ഗുഡ് നൈറ്റ്. പിച്ചളച്ചിലങ്കകൾ മാത്രം കെട്ടിയാടി അവൾക്ക് വേണ്ടി ഞാനൊരു സ്വർണ്ണച്ചിലങ്ക തീർത്തു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഞാൻ അവളെ വിളിച്ചുണർത്തി നൃത്തം പരിശീലിപ്പിച്ചു. ഞാൻ കൊടുത്ത സ്വർണ്ണച്ചിലങ്കകൾ കെട്ടി അവൾ നൃത്തമാടി.